ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഭിഷേകാണ്. ഞാൻ BSc ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെന്നൈ സമൃദ്ധ കോളേജിൽ പഠിക്കുന്നു. ഈ ചെന്നൈ സമൃദ്ധ കോളേജ് ചെങ്കൽപ്പട്ട് ക്യാമ്പസിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്മാർ നല്ല ഹൈലി ക്വാളിഫൈഡും നല്ല ഹൈലി എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്മാരാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. അതിനാൽ നമ്മൾ പഠിക്കുന്ന വെച്ചാൽ നമ്മൾ ബുക്കിഷ് മാത്രമായിട്ടല്ല. ഇപ്പം വേറൊരു കോഴ്സാണ് നമ്മൾ ബുക്ക് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ബുക്ക് മാത്രമല്ല, അവരവരുടെ ആ ബുക്കിനെ അവരവരുടെ എക്സ്പീരിയൻസ് കൂടെ ചേർത്താണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനേക്കാൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജോലി എന്തുവാണ്. ഇപ്പൊ വേറെ കോഴ്സിലൊക്കെ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും, ജോലി ചെയ്യുന്നത് വേറെ എന്തോ ആയിരിക്കും. പക്ഷെ കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസും കിട്ടത്തില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ്മാർ അങ്ങനെ നമുക്ക്, പിന്നെ അത് മാത്രമല്ല കോളേജിൽ അങ്ങനെ വേരിയസ് ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും. പിന്നെ കുറെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മളെങ്ങനെ ഒരു ഗസ്റ്റിനെയൊക്കെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഹോസ്റ്റലാണെങ്കിലും എന്ത് തരം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്, വൈഫൈ ആണെങ്കിലും എല്ലാ കണക്ഷനും എല്ലാം ഉണ്ട്. ആക്ച്വലി കൺഫ്യൂഷൻ ആയിരുന്നു ഏത് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇപ്പം നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ നമുക്കാണെങ്കിൽ പെട്ടെന്നൊരു കോഴ്സ്, നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാൻ വേണ്ടിയുള്ള കോഴ്സാണ് നമ്മൾ തപ്പി നടക്കുമായിരുന്നു. ആ തപ്പി നടക്കുന്ന സമയത്ത് എനിക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ഞാൻ കേട്ടതാണ്. സത്യം പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോളേജിൽ തന്നെ എന്ന് വെച്ചാൽ കോഴ്സ് മാത്രമല്ല, അത് നമ്മൾ വേറെ ആക്ടിവിറ്റീസ് അത് മാത്രമല്ല. മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓഡിസിയും പാർട്ട് ടൈം ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ എങ്ങനെ നമ്മൾ അവിടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് അവിടെ നമുക്ക് പ്രാക്ടിക്കലായിട്ടും ഇതിനേക്കാളും നല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ വേറെ കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. അത് മാത്രം നമുക്കൊരു ഇൻകം സോഴ്സും കൂടെ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഫാമിലിയെ ആശ്രയിക്കാതെ നമ്മുടെ കോഴ്സും പഠിച്ച് കോഴ്സിന്റെ കൂടെ തന്നെ ഒരു ശമ്പളം കൊണ്ട് നമുക്ക് നമ്മുടെ കോഴ്സ് നല്ല രീതിയിൽ പഠിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഹോട്ടൽ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഫുഡ് ഈറ്റിംഗ് അത്രയൊന്നും അല്ല. സാധാരണ നമ്മൾ പോകുന്നതും ഫുഡ് ഈറ്റിങ്ങും എന്നിട്ട് എൻജോയ് ചെയ്യുന്നത് അതല്ല. വേറെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫ്രണ്ട് ഓഫീസ്, F&B, ഹൗസ് കീപ്പിംഗ്, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, അതാണ് മെയിൻ 4 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്ത് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറെ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, HR ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ ഗസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പഠിപ്പിക്കും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കിട്ടും, അതൊക്കെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ പഠിപ്പിക്കുന്നു. പിന്നെ ഈ കോളേജിൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പം ഇവിടെ പ്രസന്റേഷനും പിന്നെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ്മാരൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസ് നമ്മളാണെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനാൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്യുവാണ്. അതാണ് ഫ്രണ്ട് ഓഫീസിൽ അത് ഒത്തിരി ഗുണകരമായിട്ട് ആണ് നടക്കുന്നത്, ഗുണകരം ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ F&B എന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് ബേവറേജ് സർവീസ് എന്ന് പറയാം. അതിനകത്ത് നമ്മൾ ഒരു ഫുഡും ബേവറേജ് ഐറ്റംസ് ഒക്കെ നമ്മൾ എങ്ങനെ അതിനെ സർവീസ് ചെയ്യണം, നമ്മളെ ഗസ്റ്റിനെ ആ സമയത്ത് എങ്ങനെ സർവീസ് ചെയ്യണം എന്നൊക്കെയാണ്. അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മളിപ്പോ സാധാരണ ഇപ്പോൾ ഒരു ഹോട്ടലിൽ എന്ന് വെച്ചാൽ ചുമ്മാ പോയിട്ട് അങ്ങനെ പ്ലേറ്റ് എറിഞ്ഞിട്ടും അങ്ങനെയല്ല. നമ്മൾ അതിന് പ്രോപ്പർ പ്രൊസീജിയർ വേയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ നോർമൽ ഹോട്ടലിനും 5 സ്റ്റാർ ഹോട്ടലിനും ഡിഫറൻസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു റൂമിന്റെ അതിപ്പോ നമ്മൾ ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച്, ക്ലീനിങ് ചെയ്യിപ്പിച്ച്, ഒരു ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ഹോട്ടലിനെ കൂടുതൽ അട്രാക്റ്റീവ് ആണ് ആക്കുന്നത്. അതാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ. പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ധാരാളം ആൾക്കാർക്ക് ഈ ഷെഫ് ഒക്കെ ആവാന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ കുക്കിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഫുഡ് പ്രൊഡക്ഷൻ ഫീൽഡ് നല്ല കോഴ്സാണ്. അതിനെന്താ നിറയെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൂടുതൽ അത് എക്സ്പോഷർ കിട്ടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.